നമസ്കാരം. ബ്രൂബറി അഴിമതിയിൽ ശക്തമായ സമരം ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല. ഇനി അങ്ങോട്ട് സമരത്തിന്റെ കാലമാണ്. സർക്കാർ ബ്രൂബറി സ്ഥാപിക്കുന്നതിൽ നിന്ന് പിന്തിരിയും വരെ സമരം നടത്തുമെന്നാണ് ചെന്നിത്തല പറയുന്നത്. ഇപ്പോൾ പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂബറിക്ക് അനുമതി നൽകിയ സംഭവത്തിൽ ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തിയവരാണെന്നും പ്ലാച്ചിമട സമരത്തിൽ മുന്നിൽ നിന്നത് CPIയും വീരേന്ദ്രകുമാറും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണെന്നും ചെന്നിത്തല പറഞ്ഞു. വീരേന്ദ്രകുമാറിന്റെ പാർട്ടി ഒരക്ഷരവും മിണ്ടിയില്ല. ഇവരുടെ നിലപാടറിയാൻ താല്പര്യമുണ്ടെന്നും പാർട്ടി ഇതിന് അഭിപ്രായം പറയണമെന്നും ചെന്നിത്തല പറഞ്ഞു. ടാറ്റയ്ക്കും ബിർളയ്ക്കുമെതിരെ സമരം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം മുഖ്യമന്ത്രി മറന്നുപോയി. വ്യവസായങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിന് എതിരല്ല, ജലചൂഷണം നടത്തുന്ന കമ്പനികൾക്ക് വെള്ളം കൊടുക്കുന്നതിനാണ് എതിര്. പഞ്ചായത്തിന്റെ പോലും അനുമതി തേടാതെ പ്ലാന്റ് നിർമ്മിക്കാനുള്ള നീക്കത്തെ തടയുമെന്നും ഉടൻ തന്നെ എലപ്പുള്ളി സന്ദർശിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. ബ്രൂവറി സ്ഥാപിക്കാനുള്ള തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇതിൽ അനുമതി നൽകുന്നത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തുന്ന അഴിമതിയാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒപ്പം ആരോടും പറയാതെ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനമെടുത്തെന്നും ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രിയാണ് ഈ കമ്പനിയെ വിളിച്ചുകൊണ്ടുവന്നത്. കേരളത്തിലെയോ ഇന്ത്യയിലെയോ മറ്റൊരു മദ്യനിർമ്മാണ കമ്പനിയെയും ഇക്കാര്യം അറിയിക്കാതെ എന്തിനിത് സ്ഥാപിക്കുന്നു എന്നാണ് ചെന്നിത്തല ചോദിക്കുന്നത്. കുടിക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കും പോലും വെള്ളം കിട്ടാത്ത സ്ഥലമാണ് എലപ്പുള്ളി. ഇവിടെ ഒരു പ്ലാന്റ് അല്ല, ഒട്ടേറെ പ്ലാന്റുകളാണ് വരാൻ പോകുന്നത്. കർഷകരും ജനങ്ങളും നേരിടാൻ പോകുന്ന പ്രതിസന്ധി വളരെ വലുതായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ ഓയിൽ കമ്പനികൾ അംഗീകാരം നൽകിയ കമ്പനിയാണ് ഒയാസിസ്. എത്തനോൾ നിർമ്മാണത്തിന് വേണ്ടി ടെൻഡർ ക്ഷണിച്ചപ്പോൾ ഇവരെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നത് ശരിയാണ്. എന്നാൽ എത്തനോൾ 3ാം ഘട്ടമായാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യ നിർമ്മിത വിദേശ മദ്യവും അതിനുള്ള ബോട്ട്ലിംഗ് പ്ലാന്റും ഡിസ്റ്റിലറിയും മറ്റുമാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. ഡൽഹി മദ്യദുരന്ത കേസിൽ ഒയാസിസ് കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാൾ പ്രതിയാണ്. പഞ്ചാബിൽ ഇവർക്കെതിരെ ജലമലിനീകരണം നടത്തിയതിന് ഒട്ടേറെ കേസുകളുമുണ്ട്. ഈ കമ്പനിയെ ആരാണ് വിളിച്ചുകൊണ്ടുവന്നതെന്ന് മുഖ്യമന്ത്രി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 1999 ഇനി കേരളത്തിൽ മദ്യനിർമ്മാണ യൂണിറ്റ് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. 2018 3 ബ്രൂവറിയും ഒരു ഡിസ്റ്റിലറിയും അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ അതിനെ ശക്തമായി എതിർത്തതാണ്. മദ്യനയത്തിൽ മാറ്റമില്ലെന്ന് സഭയിൽ ഉന്നയിച്ചതുമാണ്. ഇപ്പോൾ മദ്യനയത്തിൽ മാറ്റം വരുത്തി ഈ കമ്പനിയുടെ നിർമ്മാണത്തിന് അനുമതി കൊടുക്കുന്നത് വളരെ ബോധപൂർവമായ അഴിമതിയാണ് എന്നാണ് ചെന്നിത്തല പറയുന്നത്. കൂടാതെ CPI ഇക്കാര്യത്തിൽ ഒളിച്ചു കളിക്കുകയാണെന്നും ചെന്നിത്തല തുറന്നടിച്ചു. അതേസമയം KPCC പ്രസിഡന്റിന്റെ പ്രവർത്തനത്തിൽ ആരും അതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും K സുധാകരനെ മാറ്റണമെന്ന് താൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച നടന്നതായി തനിക്കറിയില്ല. സർവേ നടത്തിയിട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നോട് പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.